ഹലോ അസ്സാം വലൈക്കും. അപ്പൊ എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് 60 സൈസാണ്. ഓഫർ പ്രൈസ് തന്നെയാണ്. ഒരുപാട് ആൾക്കാർ നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഈ റേറ്റിൽ തരികയാണെങ്കിൽ അവർക്ക് സെയിൽ ചെയ്യാനൊക്കെ സുഖമാണ്, നിങ്ങൾ റേറ്റ് കൂട്ടരുത് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം വീട്ടിൽ വെച്ച് സെയിൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കിട്ടിയപ്പോൾ ഈ റേറ്റിൽ കിട്ടിയപ്പോൾ അപ്പം ഞാൻ ഓണം കഴിഞ്ഞാൽ ഞാൻ ഓഫർ മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തൊട്ട് ഇതൊക്കെ 60 സൈസിൽ ഓഫർ മാക്സികളാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തതുണ്ട്, വീഡിയോ ചെയ്യാത്തതുണ്ട്. അപ്പോൾ വീട്ടിൽ സെയിലാക്കണ ഒരു പറഞ്ഞു ഞങ്ങൾ ഇതിങ്ങനെ തരികയാണെങ്കിൽ ഞങ്ങൾക്കും കൂടി ഒരു ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ 3 നൈറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആണെന്ന് ഞങ്ങൾക്ക് ഫ്രീ ആയി തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഫ്രീ ആയി തന്നാൽ 220 റുപ്യക്ക് നിങ്ങൾക്ക് മാക്സിമം 3 എണ്ണം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറിയും തരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അംബാനിൻ്റെ മകളൊന്നുമല്ല, യൂസുഫ് അലിൻ്റെ പേരൊന്നുമല്ലല്ലോ, നമുക്കും ചെറിയൊരു ലാഭം എടുക്കണ്ടേ. ഓലായാലും മോലെ ലാഭം എടുത്തിട്ടാണ് നമുക്ക് തരിക. അപ്പോൾ ഞാൻ 220-ന് നിങ്ങൾക്ക് മാക്സി തന്നിട്ട് എന്താണ് ഡെലിവറി 3 എണ്ണം എടുക്കുമ്പോൾ ഡെലിവറിയും കൂടി ഒഴിവാക്കണേക്കാളും നല്ലത്. ഞാൻ എന്തിനാ ഈ പണിക്ക് നിൽക്കണമെന്ന് ഞാൻ പിന്നെ ആലോചിച്ചു. കുറേ ആൾക്കാർ ഒരു 2-3 ആൾക്കാർ അതിനെ പറ്റി പറഞ്ഞുകൊണ്ട് നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ആൾക്കാർ നിങ്ങൾ അവിടെ പോയിട്ട് എടുക്കുക. 3 എണ്ണം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി 220 റുപ്യക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ എടുക്കുക. അതല്ല നിങ്ങൾക്ക് 220 റുപ്യക്ക് വേറെ അവിടെ നിന്നും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഒരു 3 നൈറ്റ് എടുക്കുമ്പോൾ 60-70 രൂപ ഡെലിവറി ചാർജ് തരുന്നതിന് ബുദ്ധിമുട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇതിന് നിൽക്കണില്ല പറഞ്ഞ് ഞാൻ ഒഴിവാവലാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അഡ്രസ്സ് തരുന്ന സമയത്ത് പോസ്റ്റ് ആണോ DTDC ആണെന്നുള്ളത് വോയിസിൽ പറയാതെ ആ അഡ്രസ്സിൻ്റെ കൂടെ തന്നെ പോസ്റ്റ് DTDC എന്നുള്ളത് എഴുതി തരിക. കാരണം ഒരുപാട് നമ്മൾ പാക്ക് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിത് നമ്മളെ മൈൻഡിൽ നിന്ന് പോവുകയാണ്, ഇതാണല്ലോ പറഞ്ഞിരുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൂടുതൽ പോസ്റ്റാണ് ചെയ്യുന്നത്. കാരണം 2 കിലോൻ്റെ മുകൾക്ക് 1 കിലോൻ്റെ മുകൾക്കാകുന്ന സമയത്ത് DTDC 120 വാങ്ങിക്കുമെങ്കിലും പോസ്റ്റ് അത്ര ചാർജ് പോസ്റ്റ് വരില്ല ആ സമയത്ത്. പിന്നെ നമ്മൾ ഒരു 10 റുപ്യക്ക് തോനെടുക്കുമ്പോൾ നമ്മൾ 10-20 കൂട്ടി തരാണ്. ഇപ്പോൾ 150 ആണെങ്കിൽ ഒരു 100 റുപ്യെങ്കിലും നിങ്ങൾ തരണം കേട്ടോ എന്നൊക്കെ എന്നെ കൊണ്ട് അത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാനും പറ്റുള്ളൂ. അപ്പോൾ അത് പിന്നെ നിങ്ങൾ അഡ്രസ്സ് തരുന്ന സമയത്ത് പേര്, ഇനീഷ്യൽ, പോസ്റ്റ്, നിങ്ങളെ പ്ലേസ്, പിൻകോഡ്, മൊബൈൽ നമ്പർ ഇത് കറക്റ്റ് ആയിരിക്കണം. കാരണം കുറേ ആൾക്കാർ ചിലപ്പോൾ പേരില്ല, ചിലപ്പോൾ ഇതില്ല, എന്നിട്ട് ഞാൻ ഓലെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഓരോ കസ്റ്റമർ ഇത് പാക്ക് ചെയ്ത് ഇപ്പോൾ ഞാൻ അങ്ങനെ പോണത് കാരണം അത്രയുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡിലേ വരുന്നുണ്ട് പോസ്റ്റിൽ നിന്ന്. ഇപ്പം ഇന്ന് മുണ്ടറമ്പ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് എനിക്ക് ചീത്ത കേട്ടിട്ടുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പരിധിയിൽ പെട്ട പോസ്റ്റ് ഓഫീസല്ല, ഞങ്ങൾക്ക് കൂടലങ്ങാടിയാണ്. നിങ്ങൾ എന്താ കൂടലങ്ങാടിയിൽ കൊടുക്കാത്ത ചോദിച്ചിട്ട്. അപ്പോൾ കൂടലങ്ങാടിയിൽ കൊടുത്ത സമയത്ത് നമ്മളോടൊന്ന് കുറച്ച് പാർസൽ മിസ്സായിട്ടുണ്ട്. നമ്മൾ ക്യാഷും കൊടുത്തതാണ്, അതിൻ്റെ സ്ലിപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നലെ പറഞ്ഞു ഒരു അടിച്ചെന്ന സ്ലിപ്പ് ഇതൊന്നും എടുത്ത് തന്നിട്ടുണ്ട്. ഒരു പറയുന്നത് നമ്മൾ മേടിച്ചു കൊടുക്കണം, ആ പൈസയും ബാലൻസും ഒന്നും തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. അപ്പോൾ ഞാൻ മുണ്ടറമ്പിൽ കൊടുത്തപ്പോൾ ഞങ്ങൾ ഓല പരിധിപ്പെട്ടതല്ലാതെ നിങ്ങൾ ഇത്രയും ഇവിടെ കൊടുന്നിട്ടിട്ട് ഞങ്ങൾക്ക് വേറെയും വരാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവിടുന്ന് ഇതാ പറയണത്. അപ്പോൾ എനിക്ക് പറ്റണ വിധത്തിലാണ് ഇപ്പോൾ ഞാൻ അയക്കണത്. ഞാൻ ഇനി സ്റ്റാൻഡ് പോകുമെന്ന് അറിയില്ല, മെല്ലെ തിരിച്ച് കാണിച്ചു തരാം. അവിടെ കാണുക ഇതാക്കണം, അത് ഇനി അയക്കാനുള്ളതാണ് കേട്ടോ. അപ്പം നമ്മൾ ഒരുപാട് നോക്കുന്നുണ്ട്, ഒരുപാട് പറ്റുന്ന വിധത്തിലൊക്കെ 15-20 വേറെ എക്സ്ട്രാ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഓർഡർ വരുന്നതുകൊണ്ട് കുറച്ച് ഡിലേ ആവുകയാണ്. പിന്നെ നമ്മൾ ആദ്യം ഇങ്ങനെ കൊണ്ടുപോയി വെക്കും, അവിടുന്ന് ഇപ്പോൾ മേലെ നിർത്തുകയാണ് ഇങ്ങനെ പോകും. പക്ഷെ അടിയത്തത് എന്നും അടിയിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇപ്പോഴാണ് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് ഈ അടിയുന്നാണല്ലോ നമ്മൾ എടുക്കേണ്ടത്, മേലെന്നല്ലല്ലോ. പണ്ട് ഞാൻ പിന്നെയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ റേഷൻ പീടി പോയ കഥ ഞാൻ ഇപ്പോഴും മറക്കൂല. വീണ്ടും അത് അപ്പോൾ ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. 60 സൈസ് വരുന്നത്. ഇത് 220 റേറ്റ് വരുന്നത്. 220-ന് തന്നിട്ട് നിങ്ങൾക്ക് ഇനി പോസ്റ്റ് ചാർജ് ഞാൻ ഒഴിവാക്കി തരിക പറഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ വീണ്ടും പറയണു, 220-ന് 60 സൈസാണ്, 56 വരുന്നത്, 60 സൈസാണ്. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക. കാരണം നമുക്ക് അത്രയും മെസ്സേജിന് നമുക്ക് റിപ്ലൈ കൊടുത്തിട്ട് എത്തണില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഹായ് ഹൂയ് എന്ന് പറഞ്ഞിട്ട് സുഖമാണോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കണ്ട. പിന്നെ നമുക്ക് സുഖമാണ്, വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ
എല്ലാ കാര്യങ്ങളും പറയണതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ലെങ്ത് വരുന്നത് 17 ഇഞ്ച് സ്ലീവ് ലെങ്ത് വരുന്നുണ്ട്. 48 ചെസ്റ്റ് വീതി വരുന്നുണ്ട്. ഹിപ്പ് സൈസ് വരുന്നത് 48 തന്നെ തോന്നണു. കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇനി 25 ഹിപ്പ് സൈസ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ചോദിച്ചിട്ട് നമ്മളോട് ചോദിക്കും, താത്ത ഇത് എത്രയാണ് അളവ്, ഇത് എത്രയാണ്? നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇപ്പം ഞാൻ 3ാമത്തെ വീഡിയോ എടുക്കണ, ആദ്യത്തെ വീഡിയോ എടുത്ത സമയത്ത് ടാപ്പ് ഇല്ല. കാരണം ഇന്നലെ ഇങ്ങോട്ട് ഒന്ന് വരും, ഇവിടെ നിന്ന് വീഡിയോ എടുക്കും, സാധനം കൊണ്ട് വീട്ടിൽ പോകും, അവിടെ എല്ലാവരും ഉള്ളപ്പോൾ അവിടെ പാക്ക് ചെയ്യും. അപ്പോൾ ബ്ലൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ കണ്ടല്ല, 220 രൂപയാണ്. സ്ലീവിന് ഇത് ആണ്, ഇത് ഇങ്ങനെയാണ് വരുന്നത്. കയ്യിൽ നല്ല ഡിസൈനായിട്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ സെയിൽ ആവശ്യത്തിനായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ എന്ത് ചെയ്ത് റേറ്റ് കൂട്ടാത്തത്. ഇത് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ, ഈ ഗ്രീൻ ആണ് കേട്ടോ, സെയിം. അതിൽക്കൊരു ഡാർക്കാണ്. അപ്പോൾ 48 ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ്. 220 റേറ്റ് വരുന്നത്. മിസ് കോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ബ്ലോക്ക് ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നമുക്ക് ഓർഡർ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കസ്റ്റമർ അഡ്രസ്സും കാര്യങ്ങളും തന്നിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ മിസ്സടിച്ച് നിങ്ങളതും കൊണ്ട് എടുപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു പരിപാടിക്ക് ഇതിന് ഇല്ല. അത് ഫൗളാണ്, ഞാൻ ഫൗളാണ് പറഞ്ഞുകൊള്ളണം. ആ ഒരു പരിപാടിക്ക് ഞാനും ഇല്ല കേട്ടോ. അപ്പോൾ 3ാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബാലൻസ് ഞാൻ എടുത്തു കൊടുത്തിട്ടില്ല. ബാലൻസ് 5 കളറാണ് കേട്ടോ ഇതിൽ വരുന്നത്. 5 കളറാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക. നിങ്ങളുടെ അഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ തിരിച്ച് വിളിച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കോള് വന്നിട്ട് നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റണില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇതാക്കുന്നത്. പിന്നെ ഡെലിവറി ചാർജ് ഫ്രീ ആണെങ്കിൽ 270 രൂപ, 260 ഉറുപ്പ്യ മതി. 260 ഉറുപ്പ്യ 3 മാക്സിക്ക് ഫ്രീ ഡെലിവറി കേട്ടോ. നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 നൈറ്റ് എടുക്കുന്ന സമയത്ത് 70 രൂപയൊക്കെ ആകുള്ളൂ. ഇപ്പം ഞാൻ ഇന്നലെ ഒരു കസ്റ്റമർക്ക് ഞാൻ എന്ത് ചെയ്തു, കൊറിയർ ചാർജ് 4 മാക്സി എടുത്ത് വെയിറ്റ് നോക്കിയപ്പോൾ ഞാൻ 70 രൂപ ഇട്ടപ്പോൾ അവരെന്നോട് ചോദിച്ചു, അപ്പോൾ 3 നൈറ്റ് എടുക്കുന്ന സമയത്ത് എന്താണ് 120 രൂപ ആകൂല ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഇല്ല 120 ഉറുപ്പ്യ ആവില്ല. അപ്പോൾ ഒരു നൈറ്റിക്ക് 40 ഉറുപ്പ്യ നിങ്ങൾ പറയണില്ല ചോദിച്ചു. അപ്പോൾ ഒരു നൈറ്റിക്ക് സ്റ്റാർട്ടിങ് 40 പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 42 രൂപയാണ്. പിന്നെ ഈ 2 രൂപയ്ക്ക് നമ്മൾ കണക്ക് പറയണ്ടല്ലോ വിചാരിച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ആ 2 രൂപ അങ്ങനെ അവിടെ മാറ്റി തരികയാണ്. അപ്പോൾ കുറേ ആൾക്കാർ വിചാരിച്ച് ഒരു നൈറ്റ് എടുക്കുമ്പോൾ 40 ആണെന്നുണ്ടെങ്കിൽ 3 നൈറ്റ് എടുക്കുമ്പോഴും 120 തന്നെയല്ലേ വരിക. അങ്ങനെ വരൂല കേട്ടോ. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിക്കണമെങ്കിൽ അങ്ങനെ അത് മാറ്റി ചിന്തിക്കണം. അതിൻ്റെ സമയം എപ്പോഴോ കഴിഞ്ഞിക്കണം. അപ്പോൾ അടുത്തൊരു പ്രിന്റ് വരുന്നത്, ഇതൊന്നും നമ്മൾ വീഡിയോ കാണിക്കാത്ത സാധനങ്ങളാണ്. കണ്ടില്ലേ, 60 ആണ് വരുന്നത്. 60 ലെങ്ത് ആണ് വരുന്നത്. ഡാർക്ക് കളറിലാണ്, ലൈറ്റ് കളറിലുണ്ട്, എല്ലാ കളറിലുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ക്യാഷ് പെട്ടെന്ന് റെഡിയാക്കി തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് അപ്പോഴെ പാക്ക് ചെയ്തിട്ട് അന്ന് അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾക്ക് ട്രാക്കിംഗ് ആയിട്ട് തരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് 25 ഇഞ്ച് ചെസ്റ്റ് വീതി വന്നിട്ടുണ്ടെങ്കിലും ഒരു ഷേപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 24 ഇഞ്ച് ഇതും ഉള്ളൂ കേട്ടോ. ഇതവിടെ നിൽക്കുക, എന്നൊക്കെ കാണിച്ചാൽ സമയമായിട്ടില്ല. ഇതൊക്കെ ഞാൻ തന്നെ മടക്കി വെക്കുമ്പോഴേ അതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ കുറേ പണികളുണ്ട്. ഈ വീഡിയോ ചെയ്ത സാധനമൊക്കെ നമ്മൾ മടക്കി വെക്കണം. ഇതൊക്കെ നമ്മൾ ഓർഡർ എടുക്കണം. കണ്ടില്ലേ, ഇത് ഈ ഗ്രീനാണ് കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നിൽക്കുമ്പോഴാണ് കറക്റ്റാണ്. അപ്പോൾ 48 ചെസ്റ്റ് വീതി, 48 ഹിപ്പ് സൈസ്. അപ്പോൾ ഇത് നിങ്ങളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഇത് ഇവിടെ നല്ല വീതി ഉണ്ട്, ഇവിടെ 26 വരുന്നുണ്ട്, പക്ഷേ ഇവിടെ 48 24 വരുന്നുള്ളൂ. അപ്പോൾ 24 ചെസ്റ്റ് വീതി ഉള്ളവർ മാത്രം, അതിന് താഴേക്കുള്ളവർ മാത്രം. നിർത്തി മറക്കാൻ ഗതികളാണ്. ഓരോന്നും നിർത്തുമ്പോൾ നെഞ്ചിങ്ങനെ പൊട്ടും. ഇത് ഞാൻ നിർത്തിയാലോ എന്നുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ നമ്മളോട് ഒരുപാട് കസ്റ്റമർ എടുത്ത് അവർ കിട്ടിയിട്ട്, താത്ത ഇനി 60 ഇതേപോലെ ഉണ്ടോ, ഞങ്ങൾക്ക് സെയിൽ ആവശ്യത്തിനാണ് ഞങ്ങൾ ഇത് തരാം,
എന്താണ് കൊറിയർ ചാർജ് തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം കണ്ടില്ലേ, അപ്പം ഞാൻ പറഞ്ഞുതരാം, മിസ് കോൾ അടിക്കണ ആരുടെ മെസ്സേജും ഞാൻ നോക്കൂല. അത് ഓൺ ദ സ്പോട്ടിൽ വന്നിട്ട് ഞാൻ ബ്ലോക്ക് ആക്കിയിടും. കാരണം നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ എടുക്കണം എന്നുണ്ടെങ്കിൽ, അപ്പം നിങ്ങൾ പറയും നിങ്ങളെ മെസ്സേജ് നോക്കാത്തതുകൊണ്ടാണ്. നിങ്ങളത് ഇങ്ങനെ കോൾ ആക്കുന്ന സമയത്ത് നിങ്ങളത് മേലേക്ക് പോകും. പിന്നെ നിങ്ങൾ കോള് അടുപ്പിച്ച് നമ്മളോട് പാവങ്ങൾക്ക് വെറുതെ പാവങ്ങൾ അറിയണ എന്നെ തന്നെയാണ് കേട്ടോ, മടക്കാനാക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് മാറ്റിയേക്കണം. അപ്പം കണ്ടില്ലേ, ഇത് മെറൂണാണ്. ഈ ഡിസൈനൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ, ഈ ഡിസൈനൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പം 220-ലാണ്. കാരണം ഇത് നിങ്ങളെ മുന്നിക്ക് ഏതെങ്കിലും ഒരാൾ എടുത്തിട്ട് 260, 270 വീട്ടിൽ വെച്ച് ചെയ്യണതിൽ കൊണ്ടുവരാണെങ്കിൽ 260 വെച്ച് കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും എടുക്കാം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കൊറിയർ ചാർജ് തരുന്നില്ലല്ലോ, ഒരു കൊറിയർ ചാർജ് തന്നിട്ട് നമ്മളവിടെ നിന്ന് വാങ്ങിച്ചിട്ടാണ് നിങ്ങൾക്ക് സെയിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ട്. അപ്പോൾ 60 കേട്ടോ, 60 ഇതാടോ, ഇതൊക്കെ നമ്മൾ വീഡിയോ കാണിക്കാത്ത മോഡലാണ് 220. പിന്നെ എന്താ വെച്ചെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ എടുക്കലും കാര്യങ്ങളൊക്കെ പാടായതുകൊണ്ടാണ്. മെസ്സേജ് എന്തായാലും ഇതല്ലെങ്കിൽ അടുത്തതിൽ നിങ്ങളെ മെസ്സേജ് ഞാൻ എന്തായാലും നോക്കും, നോക്കാതെ ഇരിക്കൂല. പിന്നെ നമ്മളൊരു വീട്ടിൽ ഉള്ള ആൾക്കാരല്ലേ, വീട്ടിൽ ഇഷ്ടം പോലെ പണികൾ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കഴിഞ്ഞ് നമുക്കിത് എന്നാൽ തന്നെ ഒരാഴ്ച ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടില്ല. അതാണ് അവിടെ ഇഷ്ടംമാതിരി പണിയെടുക്കുന്നുണ്ട്. ശരിക്കും ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഒരാണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, എന്നാൽ പിന്നെ ചോറും കൂട്ടാനൊന്നും അടുക്കള പണി എടുക്കണ്ടല്ലോ. ഇതാട്ടോ, ഇത് ഇതിൽ കാണുന്ന കളറല്ല കേട്ടോ, ഇത് ഇതിനെക്കാട്ടിലും നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ കളറ്, ഇങ്ങനെയൊന്നും അല്ല ഇതിൻ്റെ കളറ്, ഇതൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ കളറ്. ഇതിൻ്റെ കളറ് എങ്ങനെയാണ്, നല്ല രസമുള്ളൊരു പീക്കോക്ക് കളറ് പോലെയാണ് കേട്ടോ. പക്ഷേ ഇത് കളറ് നല്ല മാറ്റമുണ്ട് പറഞ്ഞാൽ നല്ല മാറ്റമുണ്ട് കേട്ടോ. ഇത് നല്ല രസമുള്ളൊരു പച്ചയാണ്. നിങ്ങൾക്ക് കാണാനുള്ള യോഗമില്ല, എനിക്ക് മാത്രം കാണാനുള്ള യോഗമുള്ളൂ. അപ്പോൾ അടുത്തൊരു പ്രിന്റ് വരുന്നത് മക്കളെ ഇതാണ്. 48 ചെസ്റ്റ് വീതി, 48 ഹിപ്പ് സൈസ്, 16 ഇഞ്ച് കൈയിറക്കം ഒക്കെ ഉണ്ട്. ഈ കളർ നമ്മൾ മറ്റിയിൽ കാണിച്ചുകൊണ്ടു തോന്നുന്നുണ്ട് കേട്ടോ. ഈ പ്രിന്റ് ഇനി ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ഒന്ന് ബേക്കടിച്ച് പോയാൽ ഈ പ്രിന്റ് കാണും. അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ്. അപ്പോൾ ആ ഡിസൈൻ അവിടെ നിർത്തിക്കണമല്ലോ, നിങ്ങൾ അങ്ങനെയൊക്കെ ഇങ്ങോട്ട് ചെയ്ത് തരും കേട്ടോ. ഇനിയുള്ളതൊക്കെ കാണിക്കാൻ പോണത് ഒരു 10 കളറിലോ കഴിച്ചാൻ കിട്ടണില്ല, 10 കളറിൽ മാത്രമുള്ളൊരു എന്താണ് മാക്സിയാണ് കേട്ടോ. ഒറ്റ പീസേ ഉണ്ടാകുള്ളൂ, ബാക്കിയുള്ളവർ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്കേ കിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്കേ കിട്ടുള്ളൂ. പക്ഷെ ഇത് 46 ചെസ്റ്റ് വീതിയൊക്കെ ഇങ്ങനെ കണ്ട നിങ്ങൾ ആകെപ്പാടൊരു ഇതാണ് കേട്ടോ ഇതിൻ്റെ പ്രിന്റ് വരുന്നത്. എല്ലാവിധ പ്രിന്റുകളും ഇതുമ്മ കയറ്റിയിട്ടുണ്ട്. ഇത് 24 കറക്റ്റാണ്, 24 കറക്റ്റ് ചെസ്റ്റ് വീതിയാണ് വരുന്നത്. സ്ലീവ് 13.5-14 ഉള്ളൂ. 46 ഉള്ളവരൊക്കെ എടുത്താൽ മതി കേട്ടോ, കാരണം 1 ഇഞ്ച് ലൂസ് വേണമെന്നുള്ളവര്. അപ്പൊ ഇതാണ്. അപ്പൊ അടുത്തൊരു പ്രിന്റ്, ഇത് വീഡിയോ അപ്ലോഡ് ആക്കണമെങ്കിൽ തന്നെ 2 വട്ടം ഇടേണ്ടി വരും. ഇതാട്ടോ അടുത്തൊരു കളർ വരുന്നത്. അതിന്റെ അടുത്ത് ഇതൊക്കെ ഒരൊറ്റ സെറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാട്ടോ എല്ലോ 10 കളറുണ്ട്, 10 കളറ് കണ്ടില്ലേ. കാരണം ഇതിങ്ങനെ അടുത്തേക്ക് വരുമ്പോഴാണ് ഇതിന്റെ ഡിസൈന് അറിയാൻ പറ്റുക.
ഇപ്പം ഞാൻ നിർത്തണം. അതാണ് കേട്ടോ ഒരു കളർ വരുന്നത്. ഈ അടി സൂപ്പറല്ലേ, 4 നിർത്തിയിട്ട്. ഇനി ഇതിൻ്റെ ബ്ലൂ. അടികളൊന്നും നെഗറ്റീവ് കമൻ്റ് ഇടരുത്, കുറേ കാണിക്കാണ്ട്, അതുകൊണ്ടാണ്. ഇതിൻ്റെ പച്ച പാവങ്ങളാണ്, നിർത്തി കാണിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ആ 2 ഇട്ട് നിർത്തണില്ല കേട്ടോ. അതാ കണ്ടില്ലേ. ഇനി ഇതിൻ്റെ തിരിഞ്ഞിട്ടുള്ള ഫോട്ടോ മലന്നിട്ടുള്ള ഫോട്ടോ എന്ന് ചോദിച്ചാൽ ടൈമില്ല. കാരണം നിങ്ങൾ ഫുള്ള് നീർത്തുന്നതുകൊണ്ടാണ്. ഇതും അതേപോലെ തന്നെ വേറൊരു കളറാണ് കേട്ടോ, പീക്കോക്ക് കളറാണ്. നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ അതേ കളറാണ്. പക്ഷേ ഇതിങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ അതിൽ കാണുമ്പോൾ വേറെ എങ്ങനെയല്ല, ഇതിൻ്റെ ഒറിജിനൽ കളർ കിട്ടണില്ല. പീക്കോക്ക് പച്ചയാണ്, ഇത് പീക്കോക്ക് നീലയാണ്. ഇത് തന്നെ നല്ല രസമുള്ള കളറാണ്, നല്ല രസമുള്ള കളറാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 46 ചെസ്റ്റ് വീതി. ഇനി അവിടെ നിന്ന് തുടങ്ങല്ലേ. അപ്പോൾ 46 ചെസ്റ്റ് വീതിയിൽ. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പ്രിൻ്റ് തന്നെയാണ്. അപ്പോൾ അതിൽ ഇതിൻ്റെ ചെസ്റ്റ് വീതി ഞാൻ പറഞ്ഞുതരാം. പിന്നെ ചെസ്റ്റ് എത്ര പറയുന്നത് വെച്ചാൽ ഹിപ്പ് കൂടുതലുള്ളവർ എടുക്കാതിരിക്കുകയാണ് നല്ലത്. ഇത് 24 ചെസ്റ്റ് വീതി വരുന്നത്. 24 കറക്റ്റിലാണ് ഹിപ്പ് സൈസും വരുന്നത്. സ്ലീവ് 16 ഇഞ്ച് ഉണ്ട് കേട്ടോ, 16 ഇഞ്ച് സ്ലീവ് ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളറ്. ഇതും തന്നെ ആ കളറല്ല ഈ കളർ കേട്ടോ. നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ നല്ല രസമുള്ളൊരു കളർ ആയിക്കോ. ഓ പറയാർക്കെന്ന് വിചാരിച്ച. അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് ബ്ലൂ, ഡാർക്ക് ബ്ലൂ. കണ്ടല്ലേ എൻ്റെ സൈസ്. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിച്ചു. എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി. ഞാൻ വേറെ എന്തോ ഒരു ഹാലിലായിരുന്നു. അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് ഇതാണ്. അപ്പോൾ ഒക്കെ 220 നമ്മൾ ഇതാട്ടോ. ഇതും തന്നെ ആ കളറ് ഇങ്ങനെ ഈ കളറൊക്കെ തന്നെയാണ് അതിന് വരുന്നത്. 220 60 ലെങ്ത് വരുന്ന ചെസ്റ്റ് വീതി പറഞ്ഞത് എത്രയും നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അങ്ങോട്ട് പിന്നിക്ക് പൊയ്ക്കോളി കേട്ടോ. കണ്ടല്ല ചോപ്പ്. അപ്പൊ അടുത്ത ഒരു സെക്ഷൻ വരുന്നത് ഇത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് നിർത്തിയിട്ട് ഇതിൻ്റെ ചെസ്റ്റ് വീതിയും കാര്യങ്ങളും പറഞ്ഞുതരട്ടെ. കാരണം ഇത് നിങ്ങൾ ഈ 60 കണ്ടോർ തന്നെ അല്ലേ കാണാനുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇതിൽ ഏതൊക്കെയാന്നുള്ളത്. 23 ചെസ്റ്റ് വീതി. അപ്പോൾ 24 സൈസ് 14 ഇഞ്ച് കയ്യിറക്കും. അപ്പോൾ ഇതൊന്ന് ഓരോരോ കളറ് ഞാൻ എങ്ങനെ കാണിച്ചു തരാം. കണ്ടില്ലേ ഈ കളറ്, സ്ക്രീൻഷോട്ട് എടുത്തോളേ, സ്ക്രീൻഷോട്ട് എടുത്തോളേ. ഈ പ്രിൻ്റ് കേട്ടോ. നെക്ക് ഇങ്ങനെ തന്നെയാണ് തന്നെ. ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. ഈ കളറാണ്. നമ്മൾ നീർത്തിൻ്റെ നീലൻ്റെ 10 കളറാണ്. 10 കിട്ടിക്കണോ എനിക്കറിയില്ല കേട്ടോ. ഇതാട്ടോ. ഇതാണ്. അപ്പോൾ ഇതാണ് അടുത്തൊരു കളർ. അപ്പോൾ ഇനി എല്ലോ വന്നത് മൊത്തം 60 മൊത്തം ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ 60 വന്നതില്ല.
അത് 25 ചെസ്റ്റ് വീതി ഉണ്ട്. ചെസ്റ്റ് വീതിക്ക് ഞാൻ പറഞ്ഞന്ന്. ഇനി ചെസ്റ്റ് വീതി ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല. അതാണ് ഞാൻ ഓരോ മോഡല് കാണിക്കുമ്പോഴും. ഇത് 46 ചെസ്റ്റ് വീതി ഉള്ളൂ. ഇത് 48 ചെസ്റ്റ് വീതി ഉണ്ട്. അപ്പൊ ഇതിന്റെ കളറുകൾ ആദ്യം കാണിച്ചു തരാം. ഈ 48 ചെസ്റ്റ് വീതിന്റെ കളറുകൾ. ഒരു കളർ ഇതാട്ടോ. ഒന്ന് ഇതാണ്, ഒന്ന് ഇതാണ്, ഒന്ന് ഇതാണ്, പിന്നെ ഒന്ന് ഈ പ്രിൻ്റാണ്, ഒന്ന് ഈ പ്രിൻ്റാണ്, ഒന്ന് ഈ പ്രിൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി പറഞ്ഞില്ല. ഇത് 23 ചെസ്റ്റ് വീതിയിൽ. സോറി കേട്ടോ, ഇത് 56ആണ്. ഇത് 56ആണ്. ആരാ ഇതിൽ കൊടുത്തിട്ടതാണ്. ഇരുപത്തിനാല് ചെസ്റ്റ് വീതിയാണ് കേട്ടോ ഇത് വരുന്നത്. 24 ചെസ്റ്റ് വീതിയാണ് ഇത് വരുന്നത്. ഈ ഒരു പ്രിന്റ് വേണ്ട. ഇതും 24 ചെസ്റ്റ് വീതിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏതൊക്കെ കളർ വെച്ചാൽ ഇതുണ്ട്, ഇതുണ്ട്, ഇതുണ്ട്. കണ്ടില്ലേ? ഈ ഒരു കളറ്, ഈ ഒരു കളറ്. ഇത് പച്ച കേട്ടോ, ഡാർക്ക് പച്ചയാണ്. അപ്പോൾ അതിൻ്റെ ഏതൊക്കെ കളറുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൈലറ്റ് ഉണ്ട്, ഇതാക്കണം, ഇതുണ്ട്. അപ്പോൾ കാണുന്നുണ്ടല്ലേ എങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് എന്നുള്ളത്. കാണുന്നുണ്ടല്ലോ, ഇതാട്ടോ, ഇതാണ്. ഞാൻ ഒരു വീഡിയോ തന്നെ എല്ലാം ഉൾപ്പെടുത്തിയത് എന്താ വെച്ചാൽ ഇപ്പം ഇന്ന് എടുക്കണൊരു കുറച്ച് ഒരു ഇതിലും കൊറിയർ ചാർജ് ഒന്നിച്ചായിക്കോട്ടെ വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇത്രയും കളറാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ കാണിച്ചിട്ടുള്ളത് ചെസ്റ്റ് വീതി ഞാൻ പറഞ്ഞു തന്നല്ലോ. പിന്നെ 48 ചെസ്റ്റ് വീതി എന്ന് പറയുമ്പോൾ ാണ് ആരോ ഇതിൽ കൊടുത്തിട്ടതാണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ 48 ചെസ്റ്റ് വീതിയാണ് എന്നുള്ളത്. ഇതില്ലേ, ഇതിൽ ഈ പ്രിന്റ് ഇത് നിങ്ങൾ മാർക്ക് ചെയ്ത് തന്നാൽ മതി കേട്ടോ. ഈ പ്രിന്റ് കറുവതനല്ലേ നോക്കിയത്. ഇതിൽ തന്നെ 56 വരുന്നുണ്ട്. അതാണ് ഈ ഒരു പ്രിന്റ്. ഇത് കണ്ടില്ലേ, ഇത്രയും ഇതിൽ ഈ പ്രിന്റ് കേട്ടോ. ഒക്കെ 220 റേറ്റ് വരുന്നത്. ഇത് ഡാർക്ക് ബ്ലൂ ആണ്, അല്ല ഇതൊരു പീക്കോക്ക് ബ്ലൂ ആണ്, ഇത് ഡാർക്ക് ബ്ലൂ ആണ്. അത് ചാടിപ്പോയി. മടക്കാൻ മടിച്ചിട്ടാണ് കേട്ടോ ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ട് ഇങ്ങനെ കാണിക്കണത്. അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതിൽ ഈ ഒരു കളറും നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വിചാരിച്ചിട്ടുണ്ട്. എനിക്കാകെ തല തിരിഞ്ഞിക്കണു, എനിക്കാകെ തല തിരിഞ്ഞു വയ്ക്കണം. പിന്നെ നമ്മൾ നേരത്തെ ആ നിർത്തിയിൽ ഇത് പിന്നെ ഈ ഒരു കളർ കേട്ടോ. ഈ ഒരു കളറ് എന്താ വെച്ചാൽ ഒക്കെ ഇതിൽ തന്നെ ഉൾപ്പെടുത്തുന്നത്. എന്താ വെച്ചാൽ ഇതിന് ഏതെങ്കിലും ചിലപ്പോൾ 10 15 ഒക്കെ നിങ്ങൾ എടുക്കുക. അപ്പോൾ എടുക്കുന്ന സമയത്ത്
നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഒന്നിച്ചായിക്കോട്ടെ. ഞാൻ 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ആക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ അതിന്ന് കുറച്ച് ഇതിന്ന് കുറച്ചാകുമ്പോൾ 2 കൊറിയർ ചാർജ് തരണ്ടേ വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് 220 ഇനി ഇതാട്ടോ. ഇത് പ്രിന്റ് മാറിപ്പോയി. 46 ചെസ്റ്റ് വീതിയാണ്. ഈ അളന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഇനി ഈ പ്രിന്റിൽ വരുന്നതൊക്കെ അത്ര തന്നെയാണ് അല്ല കേട്ടോ. 24 കൂടുതൽ 24 2 ചെസ്റ്റ് വീതി വരുന്നതാണ് ഇത്. അപ്പൊ അടുത്തത് ഇതാക്കണം. ഇതൊക്കെ തുണിമ വരുന്ന പ്രിന്റാണ്. 48 ചെസ്റ്റ് വീതിയിൽ കൂടുതലുണ്ട് കേട്ടത്. ഡൗട്ട് തീർത്ത് ക്ലിയർ ആക്കി വിട്ട് തന്നൊരു സമാധാനമാണ്. എന്നാലും നിങ്ങൾ ചെസ്റ്റ് വീതി ചോദിച്ചോ, വീഡിയോ കണ്ട് വരിക. ഇത് 25.5 ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ. 60 ലെങ്ത്തിൽ 25.5 ചെസ്റ്റ് വീതി വരുന്നതാണ്. ഇതും അതുപോലെ തന്നെ 25 ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ. 25 ചെസ്റ്റ് വീതി വരുന്നുണ്ട്. ഇതാണ് ഇത്. നമ്മളിതിൻ്റെ മുന്നേ 25 ചെസ്റ്റ് വീതി വരുന്നത് പറഞ്ഞ അതിൻ്റെ ഒരു കളർ ചേഞ്ച് കേട്ടോ. പച്ച ഇതിൽ കളർ ചേഞ്ച് ഉണ്ടാക്കട്ടെ കേട്ടോ. ഇതാട്ടോ അതിലൊരു കളർ ചേഞ്ച് വരുന്നത്. നമ്മൾ 46 ചെസ്റ്റ് വീതി എന്ന് പറഞ്ഞില്ലേ, അതിൽ വരുന്നതാണ് ഇത്. ഇത് അപ്പോൾ ഇതിന് മകൻ ഫുഡ് വാങ്ങാൻ പോയി, ഇവിടുന്ന് വിളിച്ചതാണ്. അപ്പോൾ അതാണ് ഫോണ് കട്ടായി പോയി. അപ്പോൾ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ. ഇതും 48 ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ്. കോട്ടണിൽ വരുന്നതാണ്. 220. ഇതും 48 ചെസ്റ്റ് വീതിയായി തോന്നുന്നു. ഇനി ഇതിനെല്ലാം ഞാൻ 200 റുപ്യ പറയണ്ട. ഈ ലാസ്റ്റ് കാണിക്കണ ആ മോഡലിനാണ് ഞാൻ 200 ഇടുന്നത്. 25 ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ. മംഗോളിയൻ ഡിസൈനിൽ. ഇതിപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ഒരു കാണിച്ച ഡിസൈൻ ഉണ്ടല്ലോ, ഇതും മംഗോളിയൻ ഡിസൈൻ തന്നെയാണ് കേട്ടോ. ചെറിയ മംഗോളിയൻ ആണെന്നുള്ളൂ. ഇതാട്ടോ. ഒരാൾ അന്ന് വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇട്ടുണ്ടായിരുന്നു, മംഗോളിയൻ ഡിസൈൻ അല്ല താത്ത, മാംഗോ ഡിസൈൻ ആയിക്കാരം. അതാ കടക്കാരൻ എന്നോട് അങ്ങനെ പറഞ്ഞതാണ്. അന്ന് മുതൽ ഞാൻ ഇട്ട പേരാണ് മംഗോളിയൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും അറിയാം മംഗോളിയൻ അല്ല എന്നൊക്കെ. പക്ഷേ ആ ഡിസൈനിന് നമ്മളൊരു പേര് അങ്ങനെ ഇടുക. കണ്ടില്ലേ, 48 ചെസ്റ്റ് വീതി എന്തായാലും ഇത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടിട്ട് കൺഫേം ആയത് മാത്രം ഫോട്ടോസും അഡ്രസ്സും. 25 ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കളർ വരുന്നത് ഇതാട്ടോ. 25 ഇതാണ്. 220 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. 220 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിൻ്റെ ഇതൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് ഇതിൻ്റെ അളവ് മുന്നത്തെ ഓരോ പീസും ഞാൻ അളന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി. അപ്പോൾ ഇത് 25 ചെസ്റ്റ് വീതി എന്തായാലും വരുന്നുണ്ട് കേട്ടോ. 25 ചെസ്റ്റ് വീതിയാണ്. 220 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലോണം നോക്കിക്കോളും. ലാഭമാണെന്നുണ്ടെങ്കിൽ മാത്രം നല്ല കോട്ടൺ മാക്സികളാണ്. അപ്പോൾ 25 ചെസ്റ്റ് വീതിയിൽ 60 ലെങ്ത്ത് വരുന്നതിലാണ് ഇത് വരുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ ചില പീസുകൾ എംബ്രോയ്ഡറി വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഫസ്റ്റ് നിർത്തി ഒരു
ഇതിനാണ് ഞാൻ അത് നിർത്തി കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ 25 ചെസ്റ്റ് വീതിയിൽ 60 ലെങ്ത്തിൽ വരുന്ന വയലറ്റ് കേട്ടോ. അപ്പോൾ ചിലതൊക്കെ കളർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ, അത് നോക്കിക്കോളേ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നത് ഇതിൻ്റെ തന്നെയാണ്. ഇത് ബ്ലൂ ആണ്, ഇതാണ്. അപ്പോൾ എത്ര പീസാണ് വെച്ചാൽ റെഡി ക്യാഷിന് വെയിറ്റിംഗ് ഇല്ല കേട്ടോ. വെയിറ്റിംഗ് ഇല്ല എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് ഇല്ല. ഇതാട്ടോ, ഇത് 46 ചെസ്റ്റ് വീതിയാണ് ഞാൻ പറഞ്ഞത്. 46 48ൻ്റെ അടുത്തേക്കുള്ളൂ. അപ്പോൾ 46. അപ്പോൾ വെയിറ്റിംഗ് ഇല്ല, ആരെയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മിസ് കോൾ അടിക്കുകയും ചെയ്യരുത്. എന്താട്ടോ 220ൽ ഇഷ്ടം പോലെ കളക്ഷന് കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നിർത്തിയോന്ന് അറിയാം, എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിർത്തുകയാണ്. ഇതോട്ടോ അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത്. ഇതാടോ. അപ്പോൾ ഞാൻ ഇത്രയും ഒരു ഇതിൽ കാണിക്കണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ സെയിൽ ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിർത്തിക്കണം, സെയിൽ ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊറിയർ ചാർജ് മുതലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ ഒരു വീഡിയോയിൽ കുറച്ച് കാണിച്ചിട്ട് പിന്നത്തെ വീഡിയോയിൽ കുറച്ച് കാണിക്കുമ്പോൾ അവർക്ക് 2 കൊറിയർ ചാർജ് വരുമ്പോൾ അത് വാങ്ങിക്കുമ്പോൾ ഒരു ഇടങ്ങേറാണ്. കാരണം ഇത് അപ്പോൾ ഇതിൽ ഏതൊക്കെ 10 വെച്ചാൽ പെട്ടെന്ന്, കാരണം ഇത് പെട്ടെന്ന് ഇതാട്ടോ, ഇതൊരൊറ്റ പീസ് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെയൊക്കെ എംബ്രോയ്ഡറി 240 രൂപയാണ് കേട്ടോ. 240 രൂപയാണ്. 60 ലെങ്ത്താണ് കേട്ടോ വരുന്നത്. 60 ലെങ്ത്താണ് വരുന്നത്. ഇതൊക്കെ ഓരോരോ പീസ് ബാലൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ, ഓരോരോ പീസേ ഉള്ളൂ. 48 ചെസ്റ്റ് വീതിയാണ്. 240 രൂപയാണ് കേട്ടോ. ഓരോരോ പീസേ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് വീഡിയോ കണ്ട് ഓർഡർ തരിക. ഇതാട്ടോ, ഇത് 25 ചെസ്റ്റ് വീതി നല്ലോണം ഉണ്ട്. എംബ്രോയ്ഡറി നെക്കുമാണ്. 60 ലെങ്ത്ത്. 240 രൂപ. നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ ഒരു കളർ ചേഞ്ച്. കാരണം ഇത് നമുക്ക് കടയിൽ നല്ല 240 ഒക്കെ പറയുമ്പോൾ കടയിൽ നിന്ന് നല്ലോണം സെയിലായി പോകുന്ന ഒരു സാധനമാണ് കേട്ടോ. ഈ എംബ്രോയ്ഡറി നെക്ക് അല്ലേ 240 രൂപ. പിന്നെ ഇത് 60 സൈസിൽ 240 രൂപയാണ് കേട്ടോ. നമ്മൾ അജ്രക്ക് പ്രിന്റിൽ വരുന്നതാണ് കേട്ടോ. 240 രൂപ. ആൾക്കാർ വന്നാൽ നടക്കാൻ സ്ഥലമില്ല. ഇന്ന് കട അടിച്ച് ഓർഡർ എടുക്കേണ്ടി വരും. ഇത് 46 ചെസ്റ്റ് വീതിയിൽ 240 രൂപ. അപ്പോൾ ഇത് 240 രൂപ. എംബ്രോയ്ഡറി വരുന്നതിൽ കൂടുതൽ പീസുകൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. കാരണം ഇത് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തതാണ്. 60ന് നമുക്ക് അത്രയും കസ്റ്റമർ വന്നതുകൊണ്ടാണ്. ഇതാട്ടോ 240 രൂപ. അപ്പോൾ ഇതിൻ്റെ പ്രിൻറ്റിങ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ 240 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. 48 ചെസ്റ്റ് വീതി ഉണ്ട്. 240 രൂപ. രൂപ. ഇതും ഒരു പീസുള്ളൂ കേട്ടോ. 240 രൂപ. 48 ചെസ്റ്റ് വീതി ഉണ്ട്. ഇതിൻ്റെ പ്രിന്റ് ഇങ്ങനെയാണ്. ഇതാട്ടോ 240 രൂപ. ഒക്കെ 60 ആട്ടോ ഞാൻ കാണിച്ചിട്ടുള്ളത്. 60 എല്ലാം കൂടി ഞാൻ ഒരു വീഡിയോസിൽ ഇത്രയും മണിക്കൂറേരം വീഡിയോസിൽ കാണിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം നമ്മൾ ഇന്നൊരു വീഡിയോ ഇട്ട് നാളെ ഒരു വീഡിയോ ഇടുമ്പോൾ ഒരുപാട് സെയിൽ ആവശ്യത്തിനുള്ള വീട്ടമ്മമാർ എടുക്കുന്നത് കാരണം അവർക്ക് കൊറിയർ ചാർജ് ഇനി 10ഉം 15ഉം ഒന്നിൽ പോന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടും മാത്രമാണ്. ഞാൻ അപ്പോൾ നിങ്ങൾ ചോദിച്ചു ഒരു പീസ് 2 പീസ് തരൂല, എത്ര പീസ് വേണമെങ്കിലും വീഡിയോ കണ്ട് മെസ്സേജ് അയച്ച് ഇത് തരാൻ റെഡിയുള്ള ആർക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ എത്ര പീസ് വേണമെങ്കിലും നമ്മൾ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതാണ്
അപ്പോൾ വീഡിയോ കാണുക, വേഗം വേഗം മെസ്സേജ് അയക്കുക, അത്രയേ ഉള്ളൂ പറയാൻ. നമ്മൾ വീഡിയോയിൽ കാണിച്ചാണ്. അപ്പോൾ എംബ്രോയ്ഡറി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രീൻഷോട്ട് എന്താണ് ക്യാഷിൻ്റെ എമൗണ്ട് ഇട്ടിട്ട് നിങ്ങൾ അപ്പോൾ ക്യാഷ് ഇട്ടിട്ട് തന്നു. നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ചിലർ പറയും നിങ്ങൾ 2 ദിവസം വെയിറ്റ് ചെയ്യും, 3 ദിവസം വെയിറ്റ് ചെയ്യും. നമ്മൾ ഇത്രയും കസ്റ്റമർ എത്ര വെച്ചിട്ട് ഇത് നല്ലൊരു ഗോൾഡൻ കളറാണ് കേട്ടോ, നല്ലൊരു ഗോൾഡൻ കളറാണ്. നമ്മൾ നിങ്ങളെ ഇത്രയും കസ്റ്റമറെ ഒരു അരമണിക്കൂർ കണ്ട് വെയിറ്റ് ചെയ്യാൻ നമ്മൾ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പർച്ചേസിങ്ങിന് ഇത് എടുക്കാൻ പറ്റില്ല. ഇത് 23 ചെസ്റ്റ് വീതിയുള്ളൂ കേട്ടോ, 23 ചെസ്റ്റ് വീതിയുള്ളൂ. 60 തന്നെയാണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധനമാണെങ്കിൽ നിങ്ങൾക്ക് എവിടുന്നെങ്കിലും തിരിച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. നിങ്ങളെല്ലാവരെയും വെയിറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങനെ ചെയ്തതുകൊണ്ട് നമ്മൾ പറയണേ ഷോർട്ട് വരും. ക്യാഷ് 25 ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരെയും വെയിറ്റ് ചെയ്യൂല. റെഡി ക്യാഷ് തരാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇട്ടുതരാൻ മറ്റൊരു അക്കൗണ്ടിലാണ് പറഞ്ഞാൽ നിങ്ങൾ ഇടണീൻ്റെ മുന്നേ ചോദിക്കുക, നമ്മൾ സാധനം മാറ്റി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ്. അല്ലെങ്കിൽ ഞാൻ പറയാം, ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഏകദേശം ഒരു അരമണിക്കൂർ മാത്രമേ നമ്മൾ ക്യാഷ് വെയിറ്റ് ചെയ്യുള്ളൂ. കാരണം നമ്മൾ അത്രയും ഡിസ്കൗണ്ട് സെയിലാണ് ഇത് കൊടുക്കുന്നത്. പിന്നുള്ളത് ഇതാണ്. ഇത് 200 രൂപക്കാണ്. ഇതിനി നിർത്താൻ മടക്കാൻ അത്ര ലോഡ് കൂടിയിട്ടുണ്ട്. ഇതാട്ടോ 44 ചെസ്റ്റ് വീതിയിൽ വരുന്ന ഒരൈറ്റാണ്. അതിൻ്റെ കളർ ചേഞ്ചുകൾ ഇങ്ങനെ കാണിച്ചില്ല. ഇതാണ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ചെയ്യുന്നത്. ഇതാണ് 200 രൂപയാണ് കേട്ടോ, 200 രൂപയാണ്. നമ്മളെല്ലാ സ്റ്റോക്കും 200 രൂപയാണ്. 60 ലെങ്ത്തിലാണ് വരുന്നത്. ചിലത് 44 ഉണ്ട്, ചിലത് 46 ഉണ്ട്. ഇതാട്ടോ ഇതാണ്. ചെസ്റ്റ് വീതി ഓരോന്നിൻ്റെയും പറഞ്ഞുതരണം. പിന്നെ നിങ്ങൾക്ക് എവിടുന്ന് ഇത് 24 കറക്റ്റാണ് കേട്ടോ. 24 ചെസ്റ്റ് വീതി കറക്റ്റാണ്. 200 രൂപയാണ് കേട്ടോ, 200 രൂപയാണ്. അപ്പോൾ ആദ്യം കാണുന്നവര് ഇതിലിപ്പോൾ 200 ഇല്ലാണ്ട് കുറേ ആൾക്കാർ പോയിട്ടുണ്ടാകും. 230, 240. അപ്പോൾ അവസാനം വരെ നിൽക്കണവർക്കുള്ളൂ 200 റുപ്യക്ക്. കാരണം ഈ സാധനം എന്താ 56 ഉടുക്കൂട്ടോ വെട്ടുക 200 റുപ്യക്കല്ലേ. ഇത് ഞാൻ പറഞ്ഞ മാതിരി 46 ചെസ്റ്റ് വീതി. അത് ഞാൻ എത്ര വളർന്നിട്ട് പറഞ്ഞില്ലേ, മൈൻഡ് ഔട്ടായി. അതാ അതിൻ്റെ രണ്ടാമത് കാണിച്ചതിൻ്റെ കളറുകളാണ് കേട്ടോ. ഇത് മനസ്സിലാവും ആരാണ് അവസാനം വരെ കാണുന്നത്. 200 ഓഫർ ഉണ്ടാവില്ല. ഇതിൻ്റെ നെക്ക് ഇങ്ങനെയാണ്, നെക്കും കാണിച്ചു തരാം. ഇതിൻ്റെ നെക്ക് ഇങ്ങനെയാണ്, ഈ ഹിരിൻ്റെ നെക്ക് ഇങ്ങനെയാണ്. ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. ഇതിങ്ങനെയാണ്, ഇതിങ്ങനെയാണ്. ഞാൻ ചെസ്റ്റ് വീതി ഞാൻ പറഞ്ഞത് നേരത്തെ കളർ ചേഞ്ചാണ്. ഇത് മറ്റേൻ്റെ കളർ ചേഞ്ചാണ് കേട്ടോ. ഇതാടോ ഇത് ഗ്രീൻ, ഇത് ഓപ്പോസിറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു പ്രിന്റ് വരുന്നത്. ഇതും 200 രൂപയാണ് കേട്ടോ. ഇതാകണ ഇതൊന്ന് ഇങ്ങനെ നിർത്തി നോക്ക. ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടില്ല. നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ കാണിച്ചത്. ഇത് കേട്ടോ. പിന്നെ എടുത്തു വെക്കണേ മാറ്റി വെക്കണേ ഇതിൽ കാണുന്നേക്കാട്ടിലും നല്ല രസമുള്ളൊരു നീല തന്നെ. എടുത്തു വെക്കണ മാറ്റി വെക്കണ ഒരു പരിപാടി ഇല്ല. റെഡി ക്യാഷ് തരാൻ റെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നേരത്തെ കാണിച്ചതിൻ്റെ ഓപ്പോസിറ്റാണ്.
ഇതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഒരു സെറ്റും കൂടി കാണിക്കാണ്ട്, ഇനി അത് മാത്രം ഒരു സെറ്റ് ഇതാണ്. അപ്പോൾ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് 48 ചെസ്റ്റ് വീതിയിൽ ഇതാട്ടോ. ഇത് നമ്മൾ കാണിച്ചിട്ടില്ല തോന്നുന്നു. ഇതിൻ്റെ ഒരു റെഡൊക്കെ നമ്മൾ ഫോട്ടോ റെഡ് വേണമെന്ന് പറഞ്ഞവർക്ക് ഇതൊക്കെ ഓരോരോ പീസുള്ളൂ കേട്ടോ. അത് കോഫി കളറാണ്, ഇത് ഡാർക്ക് ബ്ലൂ ആണ്. ഇത് നമ്മൾ വേറൊരു പ്രിന്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തില്ലേ, ഇത് 46 ചെസ്റ്റ് 48 ചെസ്റ്റ് വീതിയുണ്ട്. ഇതതിൻ്റെ ബ്ലൂ. ഇത് നമ്മൾ മിഞ്ഞാന്ന് കാണിച്ചില്ല ബാക്കി ഒരു ബ്ലൂ കേട്ടോ. ഇതിൻ്റെ റെഡ് കോഫി മെറൂണും ഒക്കെ തീർന്നു, ഒരു 2 ബ്ലൂ മാത്രം ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനം ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 81 86 87 24 84 ഞാൻ താഴെ നമ്പർ കൊടുക്കുക, അതിൽ മെസ്സേജ് അയക്കുക. ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. കാരണം പിന്നെ ഹായ് ഹൂയ് എന്ന് പറഞ്ഞാണ്ട് ഇതാക്കാൻ നിൽക്കണ്ട. കോൾ ചെയ്ത് ഒരുപാട് കോൾ വരുമ്പോൾ, കാരണം നമ്മൾ ഓർഡർ ഇങ്ങനെ ഒരു കസ്റ്റമറെ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് അടുത്ത കസ്റ്റമർ എടുക്കുക വിചാരിക്കുമ്പോൾ ഇങ്ങനെ കോൾ ഇങ്ങനെ ഒരു മിസ് കോള് അപ്പം എന്നാൽ അത് എടുക്കാൻ നിന്ന് ഹലോ ചോദിച്ചാൽ ഒരു സംസാരിക്കും, അപ്പോൾ ഒരു കട്ടാക്കി പോകും. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇനി പരിപാടി നടത്തുള്ളൂ. കാരണം നമുക്ക് 24 മണിക്കൂറാണ്. അതിൽ നമ്മളെ പെരയിലെ കാര്യങ്ങൾ നമ്മൾ അടിക്കാൻ കൊടുക്കാനുള്ളതും ഇവിടെ ഒന്ന് എലാസ്റ്റിക് കൊണ്ടേ കൊടുക്കണം. മക്കർ പറമ്പ് എപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതിൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങളുണ്ട്, ഒക്കെ നമ്മൾ തന്നെ കൊണ്ടേ കൊടുക്കണം ഓരോ സ്ഥലത്തേക്കും. അപ്പോൾ അതൊക്കെ പരിപാടി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയണത് നിങ്ങൾ കോൾ ചെയ്യരുത് എന്നുള്ളത്. അപ്പോൾ കിട്ടണ ആ 1 മണിക്കൂറിൽ എത്ര ഓർഡർ എടുക്കാൻ പറ്റും വെച്ചാൽ അത്രയും ഓർഡർ എടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം അതിൽ നിങ്ങൾ പെടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മിസ് കോൾ അടിക്കാതിരിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇനി ചോറ് നട്ടെ.